നമ്മളുടെ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അങ്ങോട്ടാണല്ലേ, വയനാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫാമിലി ഒന്നായിട്ടാണ് കേട്ടോ പോകുന്നത്. രാവിലെ പുലർച്ചെയാണ് 5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഫാമിലി, ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട്. കൂടുതൽ നമ്മൾ പാത്തും കൂടി ഉണ്ട് കേട്ടോ. പാത്തു നല്ല ഉറക്കമാണ് കേട്ടോ. ആൾ വണ്ടി കയറി അപ്പം തന്നെ ഉറങ്ങിയത്. രാവിലെ പുലർച്ചെ ആയതുകൊണ്ട് ആ കിടത്തൊക്കെ ഇരുന്നതാണ്. അതുകൊണ്ട് നമുക്കും കുഴപ്പമില്ല. അവൾ ഉറങ്ങിയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആൾ നീച്ച് സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ആൾ അടിപൊളിയായിട്ട് പോയി. ഇതുവരെ എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കാൻ കേട്ടോ. വണ്ടിയിൽ നിന്ന് ഒരു സ്ഥലത്ത് ഇരിക്കൂല കേട്ടോ. അപ്പോൾ അത് ഉപ്പാൻ്റെ അടുത്ത് കിടന്ന് അങ്ങോട്ടും ഉടുപ്പാണ്ട് എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കളിക്കുക. എന്നാലും കുഴപ്പമൊന്നുമില്ല, സൈലൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അവൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമല്ലോ. നമ്മൾ തിന്നിട്ടില്ലെങ്കിലും അവളെ നമ്മൾ തിന്നാൻ കൊടുക്കണ്ടേ. അതുകൊണ്ട് അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. ചുറ്റും വേലിപ്രാവോ നീ, കണ്ണീരിൽ പൊട്ടിയ പട്ടം പോലെ ഞാൻ. അങ്ങനെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് ഗൈസ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഉഷാറായിരുന്നു ട്രിപ്പ്. നമ്മൾ കൂടുതൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ. പക്ഷെ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കൂടുതൽ നമ്മളെ പാത്തുമ്മ ഉണ്ടായിരുന്നു. പാത്തുവിനെ പിന്നെ എങ്ങനെ പോകുന്നത് എല്ലാം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് പോയി വന്നാലോ? നമ്മൾ ഫസ്റ്റ് തന്നെ ബാണാസുര ഡാമിൻ്റെ അവിടെ കേട്ട പോണത് അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തോന അങ്ങോട്ട് നടക്കാനുണ്ടായതുകൊണ്ട് നമ്മളുടെ പതുക്കെ അങ്ങനെ കയറാണ് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ മേലെത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി കണ്ടു ആസ്വദിച്ച് നമ്മളവിടെ ഇരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നത്. കുറേ പിക്കൊക്കെ എടുത്തു. പിന്നെ അവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരൊക്കെ അങ്ങനെ കളിച്ച് നമ്മൾ താഴെ തന്നെ ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് കർലാട്ട് ലേക്കിലേക്കാണ് കേട്ടോ. അവിടെ നല്ല ചെടികളും ഇതൊക്കെ പിള്ളേർക്കുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ കുറച്ച് നേരം കളിച്ചു. പിന്നെ നമ്മളുടെ ബോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ബോട്ട് യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ ബോട്ടിലേക്ക് കയറാൻ വന്നിട്ടോ. കുട്ടികളും നമ്മൾ 2-3-4 ആൾക്കാർ കയറിയിട്ടോ. ഒന്നും വന്നിട്ടില്ല. അമ്മക്കൊക്കെ പേടി. ഇവനെ പാത്തൂനെ എടുത്തിട്ടില്ല കേട്ടോ. പാത്തൂനെ എടുക്കാൻ നമുക്ക് ഒരു പേടി. അതുകൊണ്ട് പാത്തൂനെ എടുത്തിട്ടില്ല. പാത്തു ഉമ്മാൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 7 ആൾക്കാരാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ കറങ്ങി അടിച്ച് വന്നു കേട്ടോ. ബോട്ടിൽ കയറിയപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് അതൊക്കെ ആണല്ലോ. പിന്നെ അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. എന്നിട്ട് ചുരത്ത് വന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി അവിടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. നമ്മൾ നേരെ തിരിച്ചത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് കരിയത്തുംപാറയ്ക്കാണ് കേട്ടോ നമ്മൾ പിന്നെ പോകുന്നത്. കരിയത്തുംപാറ എല്ലാവരും ഫുഡ് കഴിച്ച് നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. കരിയത്തുംപാറക്ക് കുറേ ആയി വരുന്നത് ശരിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടേക്ക് വന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടും കൂടി വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടെയൊക്കെ കാഴ്ച കണ്ട് വേഗം തിരിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അധികം നേരം വൈകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും 9:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ടാറ്റാ.